നമസ്കാരം പ്രിയമുള്ളവരെ. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥലയിൽ അവിടുത്തെ ക്ഷേത്ര ശുചീകരണ തൊഴിലാളി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അതാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളും സംസ്ഥാനത്തിലെ പ്രമുഖ മാധ്യമങ്ങളുമൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് കത്തിച്ചു കുഴിച്ചുമൂടുവാൻ താൻ നിർബന്ധിതനായതെന്നാണ് ഈ ദളിതനായ ശുചീകരണ തൊഴിലാളി, ഈ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി പറയുന്നത്. മൃതദേഹങ്ങൾ രഹസ്യമായി മറവ് ചെയ്യുവാൻ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർ തന്നെ നിർബന്ധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യമൊക്കെ താൻ അതിനെ എതിർത്തു. പക്ഷേ തന്നെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി, തൻ്റെ കുടുംബത്തെ അപായപ്പെടുത്തും, മകളെ അപായപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് തന്നെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് സംരക്ഷണം ഉറപ്പു ചെയ്താൽ ഗവൺമെൻറ് തനിക്ക് സംരക്ഷണം ഉറപ്പു ചെയ്താൽ 2014 1998 ഇടയിൽ നടന്ന ഇത്തരം കൊലപാതകങ്ങളുടെയും വിവരങ്ങളും വിശദാംശങ്ങളും താൻ നൽകാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊല ചെയ്യപ്പെട്ട 12 18 വയസ്സുള്ള പെൺകുട്ടികൾ, അവരുടെ മൃതദേഹങ്ങളാണ് താൻ കുഴിച്ചുമൂടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പലതും വിവസ്ത്രങ്ങളായിരുന്നു. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഈ വിദ്യാർത്ഥികൾ 12 15 വയസ്സുള്ള ഈ വിദ്യാർത്ഥികൾ ഇരയായിരുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ കാണാമായിരുന്നു. ലൈംഗിക അവയവങ്ങൾ തകർന്ന്, കഴുത്തു ഞെരിഞ്ഞ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായ രീതിയിലായിരുന്നു മൃതദേഹങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2012 മരിച്ച സൗജന്യ എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ കഥയും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം പിറ്റേന്ന് ആകെ വികൃതമായ രീതിയിൽ ആണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. ഈ സൗജന്യ എന്ന് പറയുന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടത്. ജനനേന്ദ്രിയത്തിൽ മണൽ ഒക്കെ നിറച്ച് വളരെ വികൃതമായ, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരത ആ കുട്ടിയുടെ ശരീരത്തിൽ ചെയ്തതിന് ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞു. പക്ഷേ ഇതിലെ പ്രതികൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. കാരണം പോലീസ് പർപ്പസ്ഫുള്ളി സമീപത്തുള്ള ഒരു മാനസിക രോഗിയെ പ്രതിയാക്കിയായിരുന്നു. ആ മാനസിക രോഗി കഴിഞ്ഞിരുന്ന ടെൻറ്റ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആരോപിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട സൗജന്യയുടെ കുടുംബം തന്നെ പറഞ്ഞു, ഈ മാനസിക രോഗിയല്ല കൊല ചെയ്തത്, പക്ഷേ പോലീസ് മഹസർ തയ്യാറാക്കിയത് ഇയാൾ ചെയ്തു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗജന്യതയുടെ ഉൾപ്പെടെ, ഈ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉൾപ്പെടെ നൂറുകണക്കിന് പെൺകുട്ടികൾ ഈ 10 വർഷത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോடு തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ശുചീകരണ തൊഴിലാളിയുടെ കുറ്റസമ്മതത്തെ തുടർന്ന് അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അയാളെ നിർബന്ധിച്ച് ഈ കുറ്റം ചെയ്ത ആളുകൾ ഈ മൃതദേഹങ്ങൾ, ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടികളുടെ മൃതദേഹങ്ങൾ കത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മിക്കപ്പോഴും ഈ മൃതദേഹങ്ങളൊക്കെ കാണപ്പെട്ടത് യൂണിഫോമോട് കൂടിയാണ്, സ്കൂൾ ബാഗോട് കൂടിയാണ് ഈ മൃതദേഹങ്ങൾ തനിക്ക് കത്തിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് സമാധാനം കിട്ടുന്നില്ല ഈ മൃതദേഹങ്ങൾ കത്തിച്ചതുകൊണ്ട്. അതുകൊണ്ട് ആ മരണപ്പെട്ട കുട്ടികളുടെയൊക്കെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് താനിപ്പോൾ കുറ്റങ്ങളൊക്കെ ഏറ്റുപറയുന്നത് എന്ന് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് എത്തുന്ന ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ, ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തുന്ന വിവിധ പ്രായത്തിലുള്ള പെൺകുട്ടികളെ, 12 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ലോഡ്ജ് ഉടമകളുടെയും അവിടുത്തെ ജീവനക്കാരുടെയും സഹായത്തോടെ ബലാത്സംഗം ചെയ്ത് അതിനുശേഷം ക്രൂരമായി കൊല ചെയ്ത് അതിനുശേഷം മൃതദേഹം കരിച്ച് കുഴിച്ചുമൂടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സംഭവവികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അത് ചെയ്യിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ്. അതായത് അദ്ദേഹം റേപ്പ് ചെയ്യുകയോ അതുപോലെ കൊല ചെയ്യുകയോ ചെയ്തില്ല. ദളിതനായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ റേപ്പ് ചെയ്ത് കൊല ചെയ്ത പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ കത്തിച്ച് കുഴിച്ചുമൂടുവാൻ അയാളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വേറൊരു സംഭവം കൂടി ഇതോട് ബന്ധിച്ച് പറയുന്നുണ്ട്. കൊൽക്കത്തയിൽ CBI ഓഫീസിൽ സ്റ്റെനോ ആയി ജോലി ചെയ്തിരുന്ന യുവതിയുടെ മകളെ കാണാതാകുന്നു. അവർ ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനെത്തുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. കൊൽക്കത്തയിലെ CBI ഓഫീസർ സ്റ്റെനോ ആയ സ്ത്രീ ധർമ്മസ്ഥലയിലെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നു. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. പിന്നെ അവർ വളരെ നിയമപരമായ രീതിയിലേക്ക് നീങ്ങുന്നു. പക്ഷേ ഇവരെ ഗുണ്ടകൾ ആക്രമിക്കുന്നു, അവർ പിന്നെ കോമയിലാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ
ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ കഥകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രമുഖരായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ശിരൂരിലെ ലോറി ഡ്രൈവർ മനാഫാണ്. ശിരൂരിലെ ദുരന്തമുണ്ടായപ്പോൾ അവിടെ നിറഞ്ഞു നിന്ന മനാഫ് എന്ന് പറയുന്ന ലോറി ഡ്രൈവറാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ സൗജന്യയുടെയും ഒപ്പം ഈ CBI ഓഫീസറുടെ മകളുടെ കാര്യമൊക്കെ പറയുന്നത്. അത്രമേൽ ആ ഗുണ്ടാസംഘങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ഈ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർമാരും അങ്ങനെയുള്ള ആളുകളുമാണ് ഈ നൂറുകണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളുടെ അമ്മ CBI ഓഫീസിൽ സ്റ്റെനോ ആയിരുന്നു. അവർക്ക് അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു CBI കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കാൻ. എന്നിട്ടും അവർ പോലും ഇവരുടെ മുന്നിൽ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ മലയാളികളായ ഒരുപാട് പെൺകുട്ടികളും അവിടെ തീർത്ഥാടനത്തിന് പോയിട്ടുണ്ട്. അവരിൽ ഒരുപാട് പേര് മരിച്ചതായി മനാവ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അവരുമായി ആ പെൺകുട്ടികൾ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു പറയുമെന്നാണ്. എന്തായാലും അവസാന വാർത്തകൾ പറയുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ താൻ സംസ്കരിച്ചു, ശവശരീരം കത്തിച്ച് സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ തലയോട്ടികൾ ലഭിച്ചതായ വാർത്തകൾ വരികയാണ്. ഈ രാത്രിയിൽ ഞാൻ വാർത്ത കാണുമ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ വരികയാണ്. എന്തായാലും ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ജയന്ത് എന്ന് പറയുന്ന മറ്റൊരാളുടെ അഭിമുഖവും ഇന്ന് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തൻ്റെ സഹോദരി പത്മലത ഇങ്ങനെ കാണാതായ ഒരു പെൺകുട്ടിയാണ്. 56 ദിവസം കഴിഞ്ഞിട്ടാണ് മൃതദേഹം കിട്ടിയത്. മൃതദേഹം കിട്ടുമ്പോൾ കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയ രീതിയിൽ പുഴയിൽ നിന്നാണ് ഈ പെൺകുട്ടിയുടെ ശവശരീരം കിട്ടുന്നത്. എന്നിട്ട് പോലീസ് മഹസർ എഴുതിയത് ആത്മഹത്യയാണ്. അതായത് കൈയും കാലും കെട്ടിയ രീതിയിൽ പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടും പോലീസ് അത് ആത്മഹത്യയായി തള്ളിക്കളഞ്ഞു എന്നാണ് ഈ ജയന്ത് എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ കയ്യിലുണ്ടായിരുന്ന, ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് വാച്ച്, അതിൽ നിന്നാണ് ഈ പത്മലതയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയും. നമ്മൾ ഈ സംഭവവികാസങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദ്യം ഉണ്ടാകുകയാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ, ദക്ഷിണ കന്നഡയിൽ, കേരളവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതും ഒരു പുണ്യ ക്ഷേത്രത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് പെൺകുട്ടികൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടു. അതും ഒരു ദളിതനായ ആളെ കൊണ്ട് നിർബന്ധിച്ച് ആ ശവശരീരങ്ങൾ കത്തിച്ച് അത് ശവമടക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട് ഏത് നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. അത് ചോദ്യം ചെയ്യാൻ ആ നാട്ടിൽ ആരുമില്ലാതായിരിക്കുന്നു. മിക്കപ്പോഴും ആ നാട്ടിലെ പെൺകുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടും, തങ്ങളുടെ മക്കളൊക്കെ കൊല ചെയ്യപ്പെട്ടും മാതാപിതാക്കൾക്ക് പ്രതികരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ വാർത്ത, ഈ സൗജന്യ എന്ന് പറയുന്ന 2012 കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ വാർത്ത പുറത്തു കൊണ്ടുവന്ന സമീറിനെ, അദ്ദേഹത്തെ കേസിൽ കുടുക്കിയെന്ന വാർത്തകളുമൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം അദ്ദേഹം വേറൊരു മതത്തിൽപ്പെട്ട ആളായിരുന്നു. ഈ മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് അതൊരു ഹൈന്ദവ ക്ഷേത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഒക്കെ ഉണ്ടായതായി പറയുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം സത്യമാണെന്ന് തെളിയുകയാണ്. കാരണം ആ കൃത്യത്തിന് നിർബന്ധിതമായെങ്കിലും ഏർപ്പെടേണ്ടി വന്ന, കാരണം അദ്ദേഹത്തെ നിർബന്ധിച്ചാണ്, ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി നിർബന്ധിച്ചാണ് ഈ റേപ്പ് ചെയ്ത് കൊല ചെയ്ത പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചാണ്, മർദ്ദിച്ചാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിനുശേഷം കുറേ വർഷങ്ങളായി ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെയൊക്കെ അന്ത്യകർമ്മങ്ങൾ നടത്തണം, അവർക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല, അവരുടെ ആത്മാവിന് സ്വസ്ഥത ലഭിക്കുന്നില്ല എന്ന ഒരു ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോൾ തൻ്റെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറയുന്നതിലേക്ക് നയിപ്പിച്ചത്. എന്തായാലും പോലീസ് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന് തലയോടികൾ കിട്ടുന്നു എന്ന വാർത്തയാണ് ഈ വൈകിയ നിമിഷങ്ങളിലൊക്കെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ എല്ലാ ചാനലുകളും, എല്ലാ മുഖ്യധാരാ ചാനലുകളും ആദ്യമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചുവെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. കാരണം ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജയന്ത് എന്ന് പറയുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം മലയാളിയാണോ കർണാടകക്കാരനാണോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹം മലയാളം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് രാജ്യത്തെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് ആദ്യമൊക്കെ തടസ്സം നേരിട്ടു. കാരണം അവർ തടസ്സം പറഞ്ഞു. കാരണം
വളരെ സ്വാധീനമുള്ള ആളുകളാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ സ്വാധീനമുള്ള ആളുകളാണ്. അവർക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനൊക്കെ മാധ്യമങ്ങൾ വിമുഖത പ്രകടിപ്പിച്ചു. പക്ഷേ കേരളത്തിലുള്ള മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അത് ഒരു വൈറലായതോടുകൂടി, അത് സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് രാജ്യത്തെ മറ്റു മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ജയന്ത്, ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്ന വ്യക്തി പറയുകയാണ്. എന്തായാലും ഈ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിൽ അവിടുത്തെ ദളിത് ശുചീകരണ തൊഴിലാളി, ക്ഷേത്രത്തിലെ ദളിത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. തലയോടികൾ കണ്ടെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അദ്ദേഹം നിർബന്ധിതനാക്കി. കാരണം അദ്ദേഹത്തെ തല്ലിച്ചതച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കത്തിച്ചു കൊന്ന പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ അടക്കി താൻ കുഴിച്ചുമൂടി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ അവിടെ പരിശോധനകൾ നടക്കുകയാണ്. അവിടെ നിന്ന് അത്തരം മൃതദേഹങ്ങളും തലയോട്ടികളും കണ്ടെത്തുന്നു എന്ന വാർത്തയാണ് ഈ വൈകിയ നിമിഷത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.